ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ റമദാനൊക്കെയാണ്. റമദാൻ ഏകദേശം 13 ഇവിടെ, നാട്ടിലേക്ക് 12. അപ്പോൾ നാളെ 14 നോമ്പാണ്, 14 തീയതി 14 നോമ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോമ്പ് ഇപ്രാവശ്യം കറക്റ്റ് 1-ാം തീയതി തുടങ്ങിയതുകൊണ്ട് നമുക്ക് പിന്നെ എത്രാമത്തെ നോമ്പാണെന്ന് നോക്കാൻ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മളുടെ ഡേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ നാളെ 14-ാമത്തെ നോമ്പാണ്. ഇവിടെ ഖത്തറിൽ പറഞ്ഞു കഴിഞ്ഞാൽ 14-ാമത്തെ നോമ്പിന് ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 14-ാമത്തെ നോമ്പിനാണ് ഇവർ ഗരങ്കവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി അതായത് നടത്തുക. അതായത് നോമ്പ് പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും പാടെ ഫാമിലി എല്ലാവരും പാടെ കൂടി അവരുടെ പഴയകാല പഴയ കാലത്തെ അനുസ്മരിക്കുന്ന രീതിക്കുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എല്ലാവരും പാടെ ഫാമിലിയായിട്ട് കൂടും. അതായത് പഴയ കാലത്ത് കിട്ടിയിരുന്ന മുട്ടായികൾ, അതേപോലത്തെ അങ്ങനത്തെ വസ്ത്രങ്ങൾ, അതായത് അങ്ങനെ കുറേ പണ്ടത്തെ ഒരു ടൈപ്പ് അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ദിവസമായിട്ടാണ് നാളെ കാണുക. ഗരങ്കവ് പറഞ്ഞിട്ട് കുട്ടികൾ കൊട്ടയും പാട്ടൊക്കെ ആയിട്ട് ഓരോ വീട്ടുകളിൽ പോയി മുട്ടായി മേടിക്കുക, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ നാളെ ഗരങ്കവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഡത്തിൻ്റെ മോൾക്ക് കുറച്ച് മുട്ടായികളും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിക്കുന്നത് നമ്മുടെ സൂക്ക് വഖഫിലാണ്. സൂക്ക് വഖഫിലാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുക. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് സൂക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മുടെ ദോഹൻ്റെ പ്രധാന ഘടകം, അതായത് പണ്ടത്തെ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഏരിയ. അതേപോലെ കുറേ സ്പൈസസും, അതായത് കാൻഡീസ്, ബേർഡ്സ് കാര്യങ്ങൾ, അതായത് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും, എല്ലാ തരം തന്നെ എക്സോട്ടിക് അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൃഗങ്ങൾ, കിളികൾ, പൂച്ചകൾ, പ്രാവുകൾ, അതേപോലെ പല ടൈപ്പുള്ള സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് അതാണ്, സൂക്ക് വഖഫ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്നും ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക, കമൻറ്റായിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സൂക്ക് വഖഫിൻ്റെ താഴെയുള്ള ബേസ്മെൻറ്റിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, C07 സോൺ 1-ൽ. ഇത് നമ്മൾ ഈ ബേസ്മെൻറ്റിന് പുറത്ത് കിടക്കുക. പുറത്ത് കാണാനൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം പുറത്ത് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂക്ക് വഖഫ്. ഞാൻ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറി, കണ്ടില്ലേ വിശാലമായ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട. ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളും തന്നെ കണ്ടില്ലേ, പഴയ ടൈപ്പ് സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു ഏരിയ കാണുന്നുണ്ടോ, നമ്മുടെ മിഷേരിപ്പാണ് ഈ കാണുന്ന ഏരിയ. ഇവിടെ നമ്മുടെ ഫാൽക്കണിൻ്റെ ഒക്കെ ഹോസ്പിറ്റലും കാര്യങ്ങളും, അതിൻ്റെ അപ്പുറത്ത് തന്നെ ക്യാമൽ സെക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ്ടില്ലേ, നമ്മളിനി ഇതിൻ്റെ അടിയിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കിടക്കാം. ഉള്ളിലത്തെ കാഴ്ചകൾ ഞാൻ കറക്റ്റായിട്ട് വിവരിക്കണില്ല, നോക്കട്ടെ എന്താ സിറ്റുവേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് പറയുക പിടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറട്ടെ. ഇതുണ്ട് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ. നമ്മുടെ സൂക്ക് വഖഫ് പോയപ്പോൾ ഏകദേശം ഇതേപോലെ വന്നു, പക്ഷേ അതിനെക്കാട്ടും അടിപൊളി സ്ഥലമാണിത്. ഇപ്പോഴത്തെ തിരക്കില്ലായ്മ നോക്കണ്ടേ, രാത്രി അതിന് അവിടെ നിൽക്കാനും പോലും ഉണ്ടാവില്ല, അത്രയും തിരക്കാവും. ബിൽഡിങ്ങുകളൊക്കെ കേട്ടോ പഴയ ടൈപ്പ് പോലെ. നമുക്ക് മേടിക്കേണ്ട മുട്ടായി മേടിക്കേണ്ട കട ബാക്ക് സൈഡിലുണ്ട്. പക്ഷേ ഞാനിതൊക്കെ ഒന്ന് കാണിച്ചാൽ വെച്ചിട്ടേ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. കണ്ട റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഈ സാധനം കാണുന്നുണ്ടോ, ഇതൊക്കെ എന്താണെന്നറിയോ, AC-ൻ്റെ വെൻ്റുകളാണ്. ചൂട് സമയങ്ങളിൽ ഇതിന്നിങ്ങനെ നമ്മുടെ കൂളിങ് പുറത്ത് തരണം. ഒരുപാട് ഗ്യാപ്പുകളുണ്ട് ഇവിടെ. എന്താ ഇതിങ്ങനെ മാർക്കറ്റ് കയറുന്ന ഒരു വഴിയാണ്, ഇടവഴി കണ്ട. ഗല്ലികൾ കൂടെ പോണ പോലത്തെ ഒരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു കിളികളുടെ ഏരിയ ഉണ്ട്, അതാണ് ഇതിനെക്കാട്ടി ബിൽഡിങ്ങൊക്കെ. അല്ലേ നല്ല കാറ്റുണ്ടാവും, സൗണ്ട് കറക്റ്റായി കിട്ടുന്നതെന്ന് അറിയില്ല. പകലായതുകൊണ്ട് പിന്നെ നോമ്പായത് കൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ ഇതാവും, തിരക്കാവും. നമ്മളിത് കിളികൾ ഉള്ള കടകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറിയ ചെറിയ മകൾ ഓന്ത് ഇതുണ്ട്, ആമകളിട്ടിട്ടുണ്ട്.
പല ടൈപ്പുള്ള കിളികളുണ്ട്. തത്ത, ഇത് തത്തയുടെ എന്താ കാണുന്ന അറിയില്ല. താറാവ് ഇവിടെ അങ്ങനെ ഇങ്ങനത്തെ കടകളാണ്. അതായത് ഇതിൻ്റെ ഒരു കണ്ട ഫുള്ള് എന്ത് പിടിച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കടകളുണ്ട്. കിളിയാളിൻ്റെയും ഇതിനെക്കാട്ടും വലിയൊരു സ്ഥലം കൂടി ഉണ്ട്. പക്ഷേ നമ്മൾ എനിക്കാണെങ്കിൽ ഇതിനുള്ളിൽ കറക്റ്റ് വഴി അറിയില്ല. താറാവുകൾ അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഫോണുകളാണ് പോലില്ല, ഇങ്ങനത്തെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ വന്ന പരിപാടി നടക്കട്ടെ. കാരണം എന്താണ്, ഒരുപാട് സാധനം മേടിക്കാണ്ട് 12:30 ക്ലോസ് ചെയ്യാൻ ഏകദേശം 10:45. ഇപ്പോൾ നോക്കട്ടെ. ഓരോ ഗലികളും ഇതേപോലെയാണ് ഇവിടെ. ഇത് സൂക്കിൻ്റെ ഉള്ളിലാണ് ഈ അവസ്ഥ. നല്ല വൈബാട്ടോ അതിനുള്ളിൽ ഇങ്ങനെ. അപ്പം അങ്ങനെ നമ്മൾ കരങ്ങൾക്കുള്ള സാധനങ്ങൾ കണ്ടോ, വലിയൊരു ബാഗുമായിട്ട് സാധനങ്ങളും മേടിച്ചിട്ട് സൂക്ക് വെക്കുന്നോട് വീട് പറയണ കാര്യമായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി വീഡിയോ എടുത്ത് നടക്കുമ്പോൾ പറഞ്ഞാൽ പെട്ടേനെ നമുക്ക് പിന്നെ അടി കിട്ടും. അതുകൊണ്ട് വേണ്ട വെച്ചിട്ടായിരുന്നു. അതിനൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആണ്, കാരണം കൊണ്ടായിരുന്നു ഞാൻ കളിയുന്നത്. എന്നാലും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് വണ്ടിയിൽ വെക്കട്ടെ. വണ്ടിയിൽ വെച്ചിട്ട് കാണാം, അത് കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മൾ സൂക്ക് പിന്നെ ബേസ്മെൻറ്റിലാണ് പാർക്ക് ചെയ്ത്. ബേസ്മെൻറ്റിൽ പാർക്ക് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റത്തെ ഒരു മണിക്കൂറിന് 4 റിയാല്. പിന്നെ അങ്ങനെ മണിക്കൂറുകൾ കൂടുന്നതോറും പൈസ അങ്ങനെ കൂടി വരും. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. ഇനി നമ്മളെന്താ കാട്ട് പറഞ്ഞാൽ ഇതിൻ്റെ മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ പോവുക, എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഈ കാർഡുണ്ട്, സ്ലിപ്പ് അതിലിടുക. അപ്പോൾ നമ്മൾ എത്ര നേരമായി നമ്മൾ വണ്ടി ഇതാക്കിയിട്ടും പാർക്ക് ചെയ്തിട്ടും പിന്നെ അതേപോലെ എത്ര റുപ്യ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ഏരിയയിൽ കാണും. അപ്പോൾ എന്തായാലും ആദ്യം മെഷീൻ തപ്പട്ടെ. മെഷീൻ തപ്പി അതിൽ പേയ്മെൻറ്റ് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ മെഷീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. വേറൊരു പ്രത്യേകത, എപ്പോഴും ക്ലീനിങ് ആണ്. ബേസ്മെൻറ്റാണ്, ഫുള്ള് ക്ലീൻ ചെയ്യണുണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ചെറുതായിട്ടെങ്കിലും സൂക്ക് വെക്കുമ്പ് കാണിച്ചെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ സമയപരിമിതി ഉണ്ടാകുന്നു. കാരണം എന്താ പറഞ്ഞാൽ 12:30 ഷോപ്പ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കാര്യമായിട്ട് കാണിക്കാതിരുന്നത്. എന്നാലും ചെറിയ രീതിക്കൊക്കെ കാണിച്ചു വിചാരിക്കുന്നു. പിന്നെ കിളികളുടെ ഏരിയ പോയപ്പോൾ ഫുള്ള് കിളികളുടെ സൗണ്ടായിരുന്നു. അത് നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കേട്ടിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി പോയിട്ട് വേറെ കുറച്ച് പണികളുണ്ട്. അത് പിന്നെ എപ്പോഴും കാണിക്കുന്ന പണികളാണ്, മരുന്ന് എടുക്കാൻ വരിക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.